വെണ്ണക്കര ബൂത്ത് 48-ൽ BJP പ്രവർത്തകർ UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞു. അങ്ങനൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. വോട്ട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥി പാലിക്കേണ്ട മര്യാദയുണ്ട്. നിങ്ങൾ ദീപക് ജി എൻ്റെ കൂടെ ഇന്ന് കാലത്ത് മുതലുണ്ട്. ഏതെങ്കിലും ഞാൻ 100-ലധികം ബൂത്തുകളിൽ ബൂത്തിനകത്ത് പ്രവേശിച്ചു, വോട്ടർമാരെ കണ്ടു. ഏതെങ്കിലും വോട്ടറോട് ഞാൻ വോട്ട് ചോദിച്ചു? ഒരു സ്ഥാനാർത്ഥിക്ക് ബൂത്തിനകത്ത് പ്രവേശിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. പക്ഷേ ബൂത്തിനകത്ത് വോട്ട് ചോദിക്കാനുള്ള അധികാരം സ്ഥാനാർത്ഥിക്കില്ല. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പാലിക്കേണ്ട മര്യാദ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കുന്നില്ല. ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ എന്താ ചെയ്ത്? വടകരയിൽ നിന്നുള്ള MP ഞാൻ MP ആണെന്നുള്ള ലേബിൾ വെച്ച് പോളിംഗ് ബൂത്തിന് മുമ്പിൽ നിന്ന് വോട്ട് പിടിക്കുക ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ചെയ്യുന്നത്. കാലത്ത് ഷാഫി പറമ്പിൽ ചെയ്തു, ഇപ്പോൾ ശിഷ്യൻ രാഹുൽ ചെയ്യുന്നു. ഇത് സംഘർഷമുണ്ടാക്കി മാധ്യമ ശ്രദ്ധ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ശ്രമിക്കുന്നത്. ഇത്തരം വേല കൊണ്ടൊന്നും അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും വിലയിരുത്തപ്പെടുന്നുണ്ട്. പാലക്കാട്ടത്തെ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി, ഞങ്ങളെല്ലാം പാലക്കാട്ടത്തെ വോട്ടർമാർ ആദ്യമായല്ലോ പോളിംഗ് ബൂത്തിലെത്തുന്നത്. പോളിംഗ് ബൂത്തിനകത്ത് വെച്ച് ഒരു വോട്ടറോട് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ മര്യാദ പാലിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണം. സംഘർഷ സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അങ്ങനെ ഒരു നേതാവ്? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് ആ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. ഒരു പോളിംഗ് ബൂത്തിനകത്ത് സംഘർഷമുണ്ടാക്കി അവിടുത്തെ പോളിംഗ് തടസ്സപ്പെടാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കാണ്. സ്ഥാനാർത്ഥി തന്നെ അവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാലോ? എനിക്ക് തോന്നുന്നത് ആ ബൂത്തിൽ കോൺഗ്രസ് വളരെ പുറകിൽ പോകുമെന്ന് രാഹുലിന് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് കൗൺസിലുള്ള പ്രദേശമാണ്. അവിടെ കോൺഗ്രസ് പുറകിൽ തോന്നിയ സമയത്ത് രാഹുൽ ബോധപൂർവ്വം അവിടെ സംഘർഷമുണ്ടാക്കി പോളിംഗ് തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. മറ്റൊരു കാര്യം കൂടി ചോദിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പം പ്രസിഡന്റിന് 2 വോട്ടുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പം അദ്ദേഹം വോട്ട് ചെയ്യുന്നുണ്ടോ? ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം? അല്ല, വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ തടയാനുള്ള അധികാരമില്ല. തടഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ പോകും. ബാക്കി ശാരീരികമായി തടയുന്നതിലൊക്കെ കോൺഗ്രസും CPM പറയുന്നതൊക്കെ അത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും വോട്ട് ചെയ്യാൻ ഈ രാജ്യത്ത് അവകാശമുണ്ട്.